കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് പിണറായി 3.0 സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അത് സംഭവിക്കില്ല എന്ന് തന്നെയാണ് മഹാഭൂരിപക്ഷം പേരും വിചാരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മനോരമ പുറത്തുവിട്ടിട്ടുള്ള ഒരു കണക്കുണ്ടായിരുന്നു. ആ കണക്കിൽ പറഞ്ഞിരുന്നത് 80 മണ്ഡലങ്ങളിൽ വലിയ മുൻതൂക്കം UDF കിട്ടിയിരിക്കുന്നുവെന്നും 58 മണ്ഡലങ്ങളിൽ മാത്രമേ LDF മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളൂ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലെന്നും, കൂടാതെ 2 മണ്ഡലങ്ങളിൽ, അത് കൃത്യമായിട്ട് നമുക്കറിയാം, തിരുവനന്തപുരത്തുള്ള 2 മണ്ഡലങ്ങളിൽ BJPക്കാർക്കാണ് അല്ലെങ്കിൽ NDAക്കാണ് മുൻതൂക്കം കിട്ടിയിരിക്കുന്നത് എന്നുള്ളതുമാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് ബദലായി ചില കാര്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ പിണറായി വിജയൻ ചില ഞെട്ടിക്കുന്ന നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ നീക്കങ്ങളാണ്, മറ്റാരും പറയാത്ത ആ നീക്കങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് KT ജലീൽ പുതിയ ചില അവകാശവാദങ്ങളും കണക്കുകളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. KT ജലീൽ പറയുന്നത് LDFന് 98 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം നിരവധി മണ്ഡലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം, തളിപ്പറമ്പിൽ ഒരു പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാതെ ഏകപക്ഷീയമായി ജയിച്ച വോട്ടുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല മനോരമ കൂട്ടിയപ്പോൾ ഒന്നും. അതുകൊണ്ട് തളിപ്പറമ്പ് അവർക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നും, പിന്നെ കൂടാതെ തൃപ്പൂണിത്തുറയിൽ 240 സീറ്റുകൾക്ക് വോട്ടുകൾക്ക് മാത്രമേ പുറകിലായിട്ടുള്ളൂ തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ നിന്നും. അപ്പോൾ അതിനെ മറികടക്കാൻ വളരെ കൃത്യമായിട്ടുള്ള സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ കഴിയുമെന്നും, അല്ലെങ്കിൽ അത് 3, 4, 5 മാസങ്ങൾ കൊണ്ട് മറികടക്കാൻ കഴിയുമെന്നും. അതുപോലെ അരൂർ വളരെ നേരിയ വ്യത്യാസത്തിനാണ് പുറകോട്ട് പോയിട്ടുള്ളത്, അവിടെ 540 വോട്ടുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഒരു ലോജിക്കലായിട്ടുള്ള കൺക്ലൂഷൻ അവസാനിപ്പിക്കുന്നത്. പിന്നെ അഴീക്കോട് അടക്കമുള്ള നിരവധി മേഖലകളിൽ സ്ഥാനാർത്ഥിയുടെ മികവിൽ ജയിക്കാൻ പറ്റുമെന്നൊക്കെയുള്ള ഒരു തിങ്കിങ് ആണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 98ഓളം വരുന്ന സീറ്റുകൾ കിട്ടുമെന്നാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കാരണം ഇതിൽ വളരെ അനായാസമായ ആരെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് നമുക്ക് കരുതുക വയ്യ. അതിന് ചില കണക്കുകൾ ഞാൻ നിങ്ങളോട് പറയാം. കോൺഗ്രസ് ആകെ ജയിച്ചിട്ടുള്ളത് 7816ഓളം വരുന്ന സീറ്റുകളിലേക്കാണ് കോൺഗ്രസ് ആകെ ജയിച്ചിട്ടുള്ളത്. അതിൽ 5723 സീറ്റുകൾ നിങ്ങൾക്കറിയാം ഗ്രാമപഞ്ചായത്തുകളിലാണെങ്കിൽ 148 എണ്ണം കോർപ്പറേഷനുകളിലാണ് ജയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ രണ്ടാമത് വരുന്നൊരു കക്ഷി എന്ന് പറയുന്നത് CPM ആണ്. CPM ജയിച്ചിട്ടുള്ളത് 7484 സീറ്റുകളിലാണ് ആകെ ജയിച്ചിട്ടുള്ളത് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ. അതിൽ 5541 എണ്ണം പഞ്ചായത്തുകളിലും അതുപോലെ 111 എണ്ണം കോർപ്പറേഷനിലും ജയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമില്ല എന്നുള്ളത് ചുരുക്കം. മൂന്നാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജയിച്ചേക്കുന്നത് 2844 സീറ്റുകളിലാണ്. അവർക്ക് വലിയ സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്, 70-71% സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. 34ഓളം വരുന്ന കോർപ്പറേഷനുകളിലും അവർ ജയിച്ച് കയറിയിട്ടുണ്ട്. BJPക്ക് 1913 എണ്ണത്തിലാണ് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ 93 എണ്ണം എന്ന് പറയുന്നത് കോർപ്പറേഷനിലെ കൗൺസിലേഴ്സാണ്. അതിൽ 50 എണ്ണവും നിങ്ങൾ അറിയേണ്ടത് തിരുവനന്തപുരത്താണ്. മറ്റ് സ്ഥലങ്ങളിലൊന്നും അത്ര വലിയ നേട്ടമുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. 5ാം സ്ഥാനത്തേക്ക് വരുന്നത് CPI ആണ്. CPI ആകെ 1018 എണ്ണത്തിലാണ് ജയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണയൊക്കെ ഇട്ട് നോക്കിയാൽ വളരെ കുറവാണ്. അതിൽ വലിയ കുറവ് അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചുരുക്കം. പിന്നെ കേരള കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ജയിച്ചിട്ടുണ്ട്. SDPI 97 എണ്ണത്തിൽ ജയിച്ചിട്ടുണ്ട്. 2020 78 എണ്ണത്തിൽ ജയിച്ചിട്ടുണ്ട്. RJD 63 എണ്ണത്തിൽ ജയിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ CMP എന്ന് പറയുന്ന 17ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ആ പാർട്ടി 10 സീറ്റുകളിൽ ജയിച്ചിട്ടുണ്ട്. ഇതുപോലെ നിരവധി സീറ്റുകളിൽ ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, ഈ മനോരമയുടെ വാർത്തകൾ കണ്ടതിന് ശേഷവും അല്ലെങ്കിൽ അതിനുശേഷവുമായിരിക്കാം പിണറായി വിജയൻ ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. അത് സ്റ്റേറ്റ് കമ്മിറ്റി വഴി നടപ്പാക്കാനുള്ള ആലോചനകളിലേക്ക് അവർ കഴിഞ്ഞ സെക്രട്ടേറിയറ്റിൽ കൂടി കടന്നിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ LDFിൻ്റെ കയ്യിലുള്ളത് 98 സീറ്റുകളാണ്. ആദ്യം 99 എണ്ണം ഉണ്ടായിരുന്നു, അത് നമുക്കറിയാം. അതിലൊന്ന് PV Anwar ആയിരുന്നു. ആ PV Anwar നഷ്ടപ്പെട്ടു. ബാക്കി 98 സീറ്റുകളാണ്. ആ 98 സീറ്റുകളിൽ 58 എണ്ണത്തിൽ ജയിക്കുമെന്നാണ് മനോരമ പറഞ്ഞിരുന്നെങ്കിൽ, അതിൽ ബാലൻസ് ഉള്ള 40 സീറ്റുകളിലേക്ക്, ആ 40 മണ്ഡലങ്ങളിലെ MLAമാരെയും കൃത്യമായി ഒരു കാര്യം ഇതിനോടകം തന്നെ അറിയിച്ചിരിക്കുന്നു. അതെന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന സാധ്യതകൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. അവിടെ എന്തുകൊണ്ടാണ് വോട്ടുകൾ കുറഞ്ഞത് എന്ന് പരിശോധിക്കണം. അവിടെ അവർക്ക് മാറ്റാൻ കഴിയുന്ന ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇടപെടണം എന്ന് പറഞ്ഞാൽ ഇത്തവണ ഒരു സർവേ നടത്തും. അതിനുശേഷം തെരഞ്ഞെടുപ്പ് എടുക്കുന്നതിന് മുമ്പ് ജാനുവരി ഫെബ്രുവരിയോടുകൂടി മറ്റൊരു സർവേയും അതുപോലെ ഇൻറ്റേർണൽ സർവേയും, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ള ആളുകളെ വെച്ചുള്ള സർവേ കൂടി നടത്തും. ആ സർവേയിൽ നിങ്ങൾക്ക് വിന്നബിലിറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങളുടെ ഈ വോട്ട് ഷിഫ്റ്റിങ്ങിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും, നിങ്ങളുടെ ഉറപ്പായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു അവസ്ഥയല്ലെങ്കിൽ നിങ്ങളെ മാറ്റേണ്ടി വരും എന്നുള്ളതാണ് കൃത്യമായിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം.
അതിൽ ഈ മാറ്റേണ്ടി വരും എന്നുള്ളത് ഓരോ MLA-മാരോടും പറയുക മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ 40ഓളം വരുന്ന 40 മണ്ഡലങ്ങളിൽ കൃത്യമായിട്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കടക്കം ചാർജ് കൊടുക്കാനും ജില്ലാ കമ്മിറ്റികളോട് ആ 40ഓളം മണ്ഡലങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാനും പിന്നെ നിലവിൽ ജയിക്കുമെന്ന് പറഞ്ഞേക്കണം 58 മണ്ഡലങ്ങളെക്കുറിച്ച് തന്നെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ജില്ലാ കമ്മിറ്റികൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ആ ജില്ലാ കമ്മിറ്റികളോട് എവിടെയെല്ലാം ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സീറ്റുകളിൽ ഒരു കാരണവശാലും നിലവിലുള്ള MLA-ക്കെതിരെയുള്ള ആൻറ്റി ഇൻകുംബൻസി ഉണ്ടോ എന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിലവിലുള്ള MLA-ക്കെതിരെ വലിയ തോതിലുള്ള ആൻറ്റി ഇൻകുംബൻസി ഉണ്ടാവുകയും 4-5 മാസങ്ങൾ കൊണ്ട് അത് മറികടക്കാനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും ഭിന്നബിലിറ്റിയുള്ള പാർട്ടിക്കാരനായ സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കണം. ഇനി അതും കഴിഞ്ഞില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം അവിടെ നിന്ന് പൊതുസമ്മതനായിട്ടുള്ള പൊതുസ്വീകാര്യനായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്ന എന്നാൽ വലിയ വിജയസാധ്യതയുള്ള ആളുകളെ കണ്ടെത്താൻ കൂടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ ചടുലമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് വളരെ കൃത്യമായി പിണറായി വിജയൻ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം എത്രത്തോളം കൃത്യമായി ഇത് എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയം ഉണ്ടാവില്ല. കാരണം അദ്ദേഹം പറഞ്ഞാൽ അത് ഗംഭീരമായി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി മെഷീനറി കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഓരോ പത്രസമ്മേളനം പോലും കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അത് ഇതുവരെ ഒരു മാസമായി കേരളത്തിൽ പല വിവാദങ്ങളും ഉയർന്നു വരികയും അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനം കഴിയുമ്പോൾ ആ പത്രസമ്മേളനം കേൾക്കുന്ന എല്ലാവരും തന്നെ ഇത് ശരിയാണല്ലോ എന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ട് ചരിയുകയും ചെയ്യുന്ന അഭൂതപൂർവമായ മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്ലാനിങ്ങും പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഓരോ പത്രസമ്മേളനത്തിന് വരുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിനേക്കാൾ ഗംഭീരമായി ഇത്തരത്തിലുള്ളൊരു കാര്യം അദ്ദേഹം ചെയ്യാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ UDF-നോ അല്ലെങ്കിൽ VD സതീശനോ അല്ലെങ്കിൽ അതുപോലെയുള്ള കോൺഗ്രസിലെ നേതാക്കന്മാരൊക്കെ തന്നെ വലിയ തോതിൽ വിയർപ്പൊഴുക്കേണ്ടി വരും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് എന്നുള്ളത് ചുരുക്കം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത്, യഥാർത്ഥത്തിൽ BJP-യുടെ 16% വോട്ടുകൾ, അതായത് BJP-ക്ക് കഴിഞ്ഞ തവണ കിട്ടിയിട്ടുള്ള 19% വോട്ടുകളിൽ നിന്ന് അദ്ദേഹത്തിന് 3.4% വോട്ട് 3.24% വോട്ടുകൾ കുറവാക്കാനും ആ കുറഞ്ഞ വോട്ടുകൾ താങ്കൾക്ക് കൂട്ടാനും കഴിഞ്ഞ തവണ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെ വലിയ പ്രാധാന്യത്തോടും വലിയ പോസിറ്റീവായിട്ടുമാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ കണ്ടിട്ടുള്ളത്. 3.24% വോട്ടുകൾ BJP-യുടെ കുറയുകയും ഏതാണ്ട് ഒരു 2.5% വോട്ടുകൾ താങ്കൾക്ക് കൂടുകയും ചെയ്തിട്ടുള്ളത് വലിയ ഗുണമായിട്ടാണ് അവർ കണ്ടേക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ തവണ 45% ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ വോട്ടുകൾ 40% ചുരുക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ ആത്മവിശ്വാസം. അദ്ദേഹം പറയുന്നത് ഈ 16% എന്ന് പറയുന്ന BJP-യുടെ വോട്ടുകളിൽ ഒരു 3-4% പോലും കുറവുണ്ടാക്കാൻ നമുക്ക് ഇനിയും കഴിയുമെന്നും അങ്ങനെ കഴിഞ്ഞാൽ അതിൻ്റെ മഹാഭൂരിപക്ഷം ഒരു 3% വോട്ടുകളും നമുക്ക് തന്നെ കിട്ടുമെന്നും അങ്ങനെ കിട്ടിയാൽ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള 40% അല്ലെങ്കിൽ 38%, 37% വോട്ടുകൾ 39% വോട്ടുകൾ UDF നിലനിർത്തിയാൽ പോലും ഒരു 4% വോട്ടുകൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമുക്കതിനെ മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പദ്ധതികളുമായി അവർ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ 58 സീറ്റുകളിൽ ഇപ്പം തന്നെ ജയിക്കും. അതായത് വലിയ പ്രതികൂലമായ കാലാവസ്ഥയിലും ഒരു തരംഗമുണ്ടായിട്ടും തങ്ങൾ പിടിച്ചിരുന്നുവെങ്കിൽ കേവലം ഒരു 13 സീറ്റുകൾ കൂടി ഈ 40-ൽ നിന്ന്, അതായത് നഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്ന 40-ൽ നിന്ന് 13 സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ 71 എന്ന് പറയുന്ന മജോറിറ്റിയിലേക്ക് നമ്മൾ എത്തുമെന്നും അതുകൊണ്ട് ഉറപ്പായും ഭരണം കിട്ടുമെന്ന് പറയുന്ന ഒരു മെസ്സേജ് അടുത്ത തലങ്ങളിൽ മുതൽ ഏരിയ കമ്മിറ്റികൾക്കടക്കം അല്ലെങ്കിൽ ബ്രാഞ്ച് തലം വരെ എത്തിക്കാനും അതിനുവേണ്ടി നമ്മൾ അടുത്ത 5 മാസങ്ങളിൽ അഹോരാത്രം കൃത്യമായി ഹാർഡ് വർക്ക് ചെയ്യണമെന്നും കൂടിയുള്ള ഒരു മെസ്സേജാണ് അദ്ദേഹം കൊടുക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഇതെല്ലാം തന്നെ ഞാൻ പറഞ്ഞത് ഒരു മൈക്രോ ലെവലിൽ ഉള്ള പ്ലാനിങ്ങിലേക്ക് കൂടി ഈ 40 മണ്ഡലങ്ങളിലേക്കും വരുന്നുവെന്നാണ്. അടുത്തത്, ഇതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും മണ്ഡലങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ഇടപെടാൻ ഏത് പാർട്ടി സന്നദ്ധമാകണമെന്നും മന്ത്രിമാരടക്കമുള്ള ആളുകൾക്ക് ചാർജ് കൊടുത്തുകൊണ്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നപരിഹാരങ്ങളുണ്ടെങ്കിൽ അതിന് തയ്യാറാകണമെന്നും കൂടാതെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് ഒരാൾക്ക് ഇത് കൂടാതെ കൂടി ചാർജ് കൊടുക്കണമെന്നുമാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇനി ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇത്തരം മണ്ഡലങ്ങളിൽ ഏതിലെങ്കിലും ബാധിക്കുന്ന 4-5 മണ്ഡലങ്ങൾ കൂടി ചേർന്ന് ഏതെങ്കിലും ബാധിക്കുന്ന വലിയ പദ്ധതികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി അറിയിക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയ ഗംഭീരമായിട്ടുള്ളൊരു വർക്കിലേക്ക് പിണറായി വിജയനും CPM-ഉം ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം, മുസ്ലിം വോട്ട് ബാങ്കുകളിൽ ഇനിയൊരു കടന്നുകയറ്റം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് ആകർഷിക്കാനോ ഉള്ളൊരു പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 16% BJP വോട്ടുകൾ ഒരു 12% ആക്കുകയും ആ 4% വോട്ടുകൾ തങ്ങൾക്ക് മേടിക്കാൻ കഴിയുകയും ചെയ്താൽ വലിയ മാറ്റമുണ്ടാക്കാം.
ഇപ്പോൾ 1% വ്യത്യാസത്തിൽ ഞങ്ങൾ ഭരണത്തിലേറും എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇപ്പോൾ UDF അധികാരത്തിലേക്ക് വന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനായിരിക്കും വലിയ പ്രാമുഖ്യം കിട്ടുക. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും SDP പോലെയുള്ള പാർട്ടികളുമായിട്ട് വലിയ കൂട്ടുകെട്ടുണ്ടാകുമെന്നും ഒരു ന്യൂനപക്ഷ സർക്കാരായിരിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി വേണമെങ്കിൽ മുഖ്യമന്ത്രിയാകുമെന്നും ഇത്തരത്തിലുള്ള വലിയ പ്രചരണത്തിന് ആക്കം കൂട്ടാനാണ് അവർ തീരുമാനിക്കുന്നത്. കൂടാതെ ഇപ്പോഴും പിണറായി വിജയനും CPM കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് വലിയ തിരിച്ചടികളൊന്നും നേരിട്ടിട്ടില്ല. അത് ലോക്കലി ഉള്ള ആളുകൾ BJPക്ക് വേണ്ടിയും കോൺഗ്രസിന് വേണ്ടിയൊക്കെ മത്സരിക്കുമ്പോഴുണ്ടായിട്ടുള്ള ഒരു ചെറിയ തിരയിളക്കം മാത്രമാണിതെന്നും പകരം പിണറായി വിജയനെ പോലുള്ള ആൾ മുമ്പിൽ നിൽക്കുമ്പോൾ ഈഴവ വോട്ട് ബാങ്കുകളടക്കമുള്ള വോട്ട് ബാങ്കുകൾ തിരികെ BJPയിൽ നിന്ന് CPMലേക്ക് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് 3.24% വോട്ടുകൾ BJPക്ക് നഷ്ടപ്പെടുകയും 2.5% വോട്ടുകൾ CPMന് കൂടുകയും ചെയ്തതാണ്. അപ്പോൾ ആ കൂടലിൽ അടുത്തൊരു 3-4% കൂടി മേടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നും കൂടാതെ MLA മാരും ബാക്കിയുള്ള ആളുകളൊക്കെ കൂടി പരിശ്രമിക്കുമ്പോൾ ഒരു 1-2% വോട്ടുകൾ കോൺഗ്രസിന് കൂടി നഷ്ടപ്പെടുത്താൻ കഴിയുമെന്നും അത്തരത്തിൽ റിബലുകൾ അടക്കമുള്ള ആളുകൾ ആലോചിക്കണമെന്നുമുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനിന് രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് CPM-ഉം LDF-ഉം. യഥാർത്ഥത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 4-5 കൊല്ലങ്ങൾ കൊണ്ട് ഇതിനെ മാറ്റിമറിക്കാൻ 4-5 മാസം കൊണ്ട് ഇതിനെ മാറ്റിമറിക്കാൻ കഴിയില്ല, തുടർഭരണം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് മഹാമണ്ഡത്തരമാണ്. 2.5% വോട്ടുകൾ CPM-ന് ലോക്സഭയിൽ ഉണ്ടായതിനേക്കാൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഒരു 3-4% വോട്ടുകൾ വർദ്ധിപ്പിക്കുന്നതൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടല്ല എന്നുള്ളത് കൂടിയാണ് പിണറായി വിജയനും CPM-ഉം മനസ്സിലാക്കിയിരിക്കുന്നത്. ആ മനസ്സിലാക്കൽ എത്രത്തോളം ശരിയാകും എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് തർക്കിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരം പദ്ധതികളും പ്ലാനുകളും പിണറായി വിജയൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് കൃത്യമായി ഒരു അണുവിട വിടാതെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു സിസ്റ്റവും ഒരു പാർട്ടി മെഷീനറിയും അവർക്കുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കുന്നു. കൂടാതെ CPI-യുടെ അടക്കമുള്ള മറ്റ് പാർട്ടികളുടെ അടക്കമുള്ള എതിർപ്പുകൾക്കും ചെവി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവരെ കൊണ്ടുകൂടി മികച്ച പെർഫോമൻസിലേക്ക് എത്തിക്കാൻ കൂടി അദ്ദേഹം തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ UDF-നെ സംബന്ധിച്ചിടത്തോളം 2026-ൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ഈസി വാക്ക് ഓവർ ആണെന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലായിരിക്കും എന്ന് ചുരുക്കം.